ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്കിൻ കെയറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പം ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ, ക്ലീനപ്പ് അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊത്തിരി ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 30 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾക്ക്, അതായത് ഫേഷ്യലിൻ്റെ ഒന്നും അത്യാവശ്യമില്ല. എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ ചെയ്യാം, ഇടയ്ക്കൊരു ക്ലീനപ്പ് അതിൻ്റെയൊക്കെ ആവശ്യം മതി. പക്ഷേ എല്ലാവർക്കും, അതായത് ഇപ്പം 18 വയസ്സ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും എബവ് 40 ആയിട്ടുള്ളവർക്ക് വരെ ആയാലും നമ്മളൊരു സ്കിൻ കെയർ റൊട്ടീൻ സ്ഥിരമായിട്ട് ചെയ്യണം. അതെന്ന് പറയുന്ന ഒരു മേക്കപ്പ് ആ രീതിയിലോട്ടല്ല, അത് സ്കിൻ കെയറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ എണീച്ച ഉടനെ ഫേസ് വാഷ് ചെയ്യുന്നവരാണ് എല്ലാവരും. ചിലർ സോപ്പ് ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യും, ചിലർ ഫേസ് വാഷ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് തന്നെ ഫേസ് വാഷ് ചെയ്യണം. അതെന്ന് പറയുന്ന ലിക്വിഡ് ഫോമിലാണല്ലോ ഫേസ് വാഷസ് വരുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഫേസ് വാഷ് നിങ്ങളെ കാണിക്കാൻ എടുത്തന്നേ ഉള്ളൂ, ഇന്ന ബ്രാൻഡ് വേണം അങ്ങനെയൊന്നും നിർബന്ധമില്ല. അപ്പം നമ്മൾ രാവിലെ എണീച്ചിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യണം. അല്ലാതെ ഈ സോപ്പ് ഒരു കാരണവശാലും നമ്മൾ മുഖത്ത് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഫേസ് വാഷ് അത്യാവശ്യം നല്ല ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഫേസ് വാഷ് വെച്ച് നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ടവൽ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്തെടുക്കുക, ഒന്ന് ഒപ്പിയെടുക്കുക ജസ്റ്റ്. അല്ലാണ്ട് ഭയങ്കരമായിട്ട് തുടയ്ക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് വാഷാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ യൂസ് ചെയ്യേണ്ടതാണ് ടോണർ. പല പല കമ്പനിക്കാർ ടോണേഴ്സ് ഇറക്കുന്നുണ്ട്. സ്പ്രേ ബോട്ടിലാണ് ടോണർ വരുന്നത്. അതുപോലെ തന്നെ റോസ് വാട്ടർ നല്ലൊരു ടോണറാണ്. ടോണറിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, അതായത് നമ്മളുടെ സ്കിന്നിൻ്റെ pH എന്ന് പറയുന്നത് 4.5 to 5.5 ആണ്. വാട്ടറിൻ്റെ ആകുമ്പോഴത്തേക്ക് 7 ആണ്. അപ്പം നമ്മൾ വാട്ടർ ഉപയോഗിച്ച് നമ്മുടെ ഫേസ് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ pH ലെവലിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. അത് പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരിക, അതാണ് ഈ ടോണർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഒരു ടോണർ ഒരു സ്പ്രേ ബോട്ടിലിൽ വെച്ചിട്ടുണ്ട്. ടോണർ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത അകലത്തിൽ വെച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. മൊത്തത്തിൽ ഫേസിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ടോണർ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് മോയ്സ്ചറൈസർ. ഒത്തിരി കമ്പനികളുടെ മോയ്സ്ചറൈസറുകളുണ്ട്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതായത് ഇപ്പോൾ പ്ലമ്മിനുണ്ട് മോയ്സ്ചറൈസർ, അതുപോലെ സെറ്റാഫിൽ, ഓർഡിനറി, ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ ടൈപ്പ് കൂടെ മനസ്സിലാക്കി വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അതായത് നമുക്ക് എബവ് ഒരു 35 ഒക്കെ ആണ് ഏജ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആൻറ്റി ഏജിങ് ആയിട്ടുള്ള മോയ്സ്ചറൈസറുകൾ യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഓയിലി സ്കിന്നാണ് നമ്മളുടേതെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ലോഷൻ ടൈപ്പിലുള്ള മോയ്സ്ചറൈസർ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ ഓയിലി ടൈപ്പായിട്ടുള്ള, അതായത് ഈ ഓയിൽ ബേസ് ആയിട്ടുള്ള മോയ്സ്ചറൈസറുകൾ, അതായത് കുറച്ച് ക്രീമി ആയിട്ടിരിക്കുന്ന മോയ്സ്ചറൈസറുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഒരു പ്ലമ്മിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ഇത് ആൻറ്റി ഏജിങ് മോയ്സ്ചറൈസറാണ്. അപ്പം ഈ മോയ്സ്ചറൈസറും നമ്മൾ നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഫേസ് വാഷ് ചെയ്തു, പിന്നെ നമ്മൾ ടോണർ യൂസ് ചെയ്തു, അതിനുശേഷം ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്തു, അതിനുശേഷമാണ് നമ്മൾ മോയ്സ്ചറൈസർ ഇടുന്നത്. അതിനുശേഷം വീണ്ടും നമ്മളൊരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇടേണ്ടുന്നതാണ് സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ചിലതെന്ന് പറയുന്ന ഒരു നല്ലൊരു വൈറ്റ് കാസ്റ്റ് കാണാം, അങ്ങനെയുള്ളത് യൂസ് ചെയ്യേണ്ട. പിന്നെ എപ്പോഴും എബവ് 50 ഉള്ള സൺസ്ക്രീൻ തന്നെ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. 50 എബവ് ഉള്ള സൺസ്ക്രീനിന് കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും അതിൻ്റെ ഒരു ഇതുണ്ടായിരിക്കും. നമുക്ക് ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ റീഅപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. 50ക്ക് താഴോട്ടാകുമ്പോഴത്തേക്ക് വീണ്ടും ടൈം ഡ്യൂറേഷൻ കുറയും. അതുപോലെ തന്നെ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോഴും എനിക്ക് ഉപയോഗിച്ചതിൽ അത്യാവശ്യം നന്നായിട്ട് തോന്നിയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഈ ഫോക്സ്ടെയിലിൻ്റെത്. ഒരു 500 എബവ് റേഞ്ച് ഉണ്ട്.
പക്ഷെ കുറച്ചുകൂടെ കുറഞ്ഞ സൺസ്ക്രീൻസും വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്ക് അതും നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ഏതാണ് നല്ലതെന്ന് തോന്നിയാൽ അങ്ങനെ യൂസ് ചെയ്യും. ഇത് ഇത്രയുമാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. ഇതേ കാര്യങ്ങൾ തന്നെ നമ്മൾ നൈറ്റിലും നമ്മൾ ചെയ്യണം. രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ തന്നെ ചെയ്യണം. ആ സമയത്ത് നമുക്ക് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാം. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇപ്പം മഴ സമയത്ത് സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യണോ, നമ്മൾ പുറത്തോട്ട് പോകുന്നില്ല സൺസ്ക്രീൻ യൂസ് ചെയ്യണോ, മഴ സമയത്ത് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. കാര്യം സൺ എപ്പോഴെല്ലാം ഉണ്ടോ അപ്പോഴെല്ലാം നമുക്കത് യൂസ് ചെയ്യാം. അത് നമ്മൾ വീടിനകത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും നമ്മൾ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പിന്നെ രാത്രി ഇതുപോലെ തന്നെ ഫേസ് വാഷ്, ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. പിന്നെ ചിലർ സിറംസ് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർ ചോദിക്കും ഈ സിറം എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറം യൂസ് ചെയ്യേണ്ടത് ടോണറിനും മോയ്സ്ചറൈസറിനും സെൻറ്ററിലായിട്ട്. അതായത് ടോണർ യൂസ് ചെയ്തതിന് ശേഷം സിറം യൂസ് ചെയ്യുക, സിറം യൂസ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി 2 ലിറ്റർ വെള്ളവും കുടിക്കുക. അപ്പം നിങ്ങളുടെ സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കും. അപ്പം നിങ്ങൾ തന്നെ ഒന്ന് ഇത് ഇത്രയും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഇതിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ ബൈ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഞാൻ ഡയാന. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലായ മൈൻഡ്ഫുൾ മൂമെൻറ്റ്സ് ഓഫ് ഡയു ചാനൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.